പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് WWE ഹോൾ ഓഫ് ഫെയിമറും നിലവിൽ റോ ബ്രാൻഡിലെ അംഗവുമായ നിക്കി ബെല്ലയുടെ നെക്സ്റ്റ് സ്റ്റോറി ആർക്കെതിരെ ആയിരിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ചാണ്. യഥാർത്ഥത്തിൽ സമ്മർ സ്ലാം പ്രീമിയം ലൈവ് ഇവൻറ്റിലെ നിക്കി ബെല്ലയുടെ മത്സരമൊക്കെ നടക്കേണ്ടതായിരുന്നു. എന്നാൽ ലിവ് മോർഗൻ എന്ന താരത്തിന് അപ്രതീക്ഷിതമായി നേരിട്ട ഇഞ്ചുറി നിക്കി ബെല്ലയുടെ പദ്ധതികളെയും വലിയ രീതിയിൽ ബാധിച്ചു. ലിവ് മോർഗൻ, നിക്കി ബെല്ല തുടങ്ങിയവർക്കിടയിലെ ഒരു സ്റ്റോറിയാണ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് നടക്കാതെ പോയതാണ്. നിക്കി ബെല്ലയുടെ നെക്സ്റ്റ് സ്റ്റോറി വുമൻസ് ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ ബെക്കി ലഞ്ചിൻ്റെ ഒപ്പം ബെക്കി ലഞ്ചിനെ എതിരെ ആയിരിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ ഒരു റൂമറിൽ നിന്ന് അറിയാൻ സാധിച്ചിരിക്കുന്നത്. മത്സരം എന്ന് നടക്കുമെന്നുള്ളത് ഉറപ്പില്ല. വുമൻസ് ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് സ്റ്റോറി ആയിട്ടായിരിക്കും അത് നടക്കാൻ പോകുന്നത്. ബെക്കി ലഞ്ചിന് തന്നെയാണ് ആ ഒരു സ്റ്റോറി നടന്നാലും വിജയസാധ്യതയുള്ളത്. ബെല്ല ട്വിൻസ് എന്ന് പറയുന്ന ടീം സമ്മർ സ്ലാം പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ ബാക്ക് സ്റ്റേജിൽ ആക്റ്റീവ് ആയിരുന്നു. ഓൺ സ്ക്രീനിലേക്ക് ബെല്ല ട്വിൻസിൻ്റെ ഒരു റിട്ടേൺ അവർ നടത്തുമോ എന്നുള്ളത് ഉറപ്പില്ല. ബ്രീ ബെല്ല ഒരു റിട്ടേൺ കാത്തിരിക്കുന്നുണ്ടെങ്കിലും ക്രിയേറ്റീവ് ടീമും മാനേജ്മെൻറ്റും അത്തരത്തിലേക്ക് കടക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതാണ്. ബെക്കി ലഞ്ചിൻ്റെ പുതിയ എതിരാളിയായി നിക്കി ബെല്ല എന്ന് പറയുന്ന ഹോൾ ഓഫ് ഫെയിമർ കയറി വരുന്നതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് സ്റ്റെഫിനി വെക്കേർ എന്ന് പറയുന്ന റോ ബ്രാൻഡിലെ ഇപ്പോൾ ഒരു ടോപ്പ് ലെവലിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന യുവതാരത്തെ സംബന്ധിച്ചാണ്. സ്റ്റെഫിനി വെക്കേറിൻ്റെ നെക്സ്റ്റ് മാച്ച് അത് ക്ലാഷ് അറ്റ് പാരീസ് എന്ന് പറയുന്ന ഇവൻറ്റിൽ വെച്ചിട്ടായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ളത് എവല്യൂഷൻ പ്രീമിയം ലൈവ് ഇവൻറ്റിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിരുന്നു. അപ്പോൾ സ്റ്റെഫിനി വെക്കേർ ഏത് ചാമ്പ്യൻഷിപ്പിനാണ് ചലഞ്ച് ചെയ്യുന്നത് എന്നുള്ളതും അന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ചാമ്പ്യൻ ആരായിരിക്കും എന്നുള്ള ഒരു സംശയമുണ്ടായിരുന്നു. അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ഇന്ന് കഴിഞ്ഞ സമ്മർ സ്ലാം പ്രീമിയം ലൈവ് ഇവൻറ്റിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. സ്റ്റെഫിനി വെക്കേർ വുമൻസ് വേൾഡ് ചാമ്പ്യനായ നയോമിക്കെതിരെയായിരിക്കും ക്ലാഷ് അറ്റ് പാരീസ് എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ മത്സരിക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലാഷ് അറ്റ് പാരീസിലെ ആദ്യ മത്സരം കൺഫേം ചെയ്തിട്ടുള്ളത് ഈ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്റ്റെഫിനി വെക്കേർ സമ്മർ സ്ലാം കഴിഞ്ഞ ഉടനെ തന്നെ ആ താരത്തിൻ്റെ ഒരു വെല്ലുവിളി പോലെയുള്ള ഒരു വീഡിയോ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. കാരണം നയോമി, നീ നരകത്തിലേക്കാണ് വരാൻ പോകുന്നത്, സ്റ്റെഫിനി വെക്കേറിനെ നിനക്ക് ഒരിക്കലും പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളൊരു വെല്ലുവിളിയാണ് നയോമിക്കെതിരെ കൊടുത്തിട്ടുള്ളത്. റോ എപ്പിസോഡിൽ നല്ലൊരു ബിൽഡപ്പ് ഈ മത്സരത്തിൻ്റെ ഭാഗമായിട്ട് ഇനി അങ്ങോട്ട് പ്രതീക്ഷിക്കാം. മൂന്നാമത്തെ അപ്ഡേറ്റ് മുൻ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ഗുന്തർ എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. സമ്മർ സ്ലാം 2025 ആദ്യ ദിവസത്തിലെ മെയിൻ ഇവൻറ്റിൽ CM പങ്കിനെതിരെ ഒരു മെഗാ ക്ലാസിക് മത്സരം കളിച്ച് ചാമ്പ്യൻഷിപ്പ് മത്സരം പരാജയപ്പെട്ട ഗുന്തറിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റ് അല്ല നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഗുന്തർ കുറച്ച് കാലത്തോളം WWEയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും എന്നുള്ള രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് ആണ് അറിയാൻ സാധിക്കുന്നത്. റെസ്ലിംഗ് ഒബ്സർവർ എന്ന് അറിയപ്പെടുന്ന ഡെയ്വ് മെൽസറിൻ്റെ പുതിയൊരു റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ഗുന്തറിൻ്റെ മൂക്കിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. അത് സമ്മർ സ്ലാമിൽ സംഭവിച്ചതല്ല. സമ്മർ സ്ലാമിന് മുൻപേ നമുക്ക് ഈ ഒരു ഇഞ്ചുറി റൂമർ കേൾക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ അതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അന്നൊരു വീഡിയോ ആയിട്ട് അത് പങ്കുവെക്കാതിരുന്നത്. എന്നാൽ സമ്മർ സ്ലാം 2025 മെയിൻ ഇവൻറ്റിൽ അവസാന നിമിഷം ഗുന്തറിൻ്റെ ആ നെറ്റി പൊട്ടി അല്ലെങ്കിൽ മൂക്ക് പൊട്ടി ചോര വരുന്ന രീതിയിലുള്ള ഒരു മൊമെൻറ്റ് കാണിച്ചത് അത് ഗുന്തറിന് ഇഞ്ചുറി ഉണ്ട് എന്നുള്ളത് സ്റ്റോറി പ്രകാരം കാണിക്കാൻ കൂടി വേണ്ടിയാണ് എന്നുള്ളതും നിലവിൽ റെസ്ലിംഗ് ഒബ്സർവറുടെ പുതിയൊരു റിപ്പോർട്ടിൽ അവർ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ഗുന്തറിൻ്റെ ആ ചോര വന്ന മൊമെൻറ്റ്സ് സ്റ്റോറി ലൈൻ പ്രകാരം ഇഞ്ചുറി കാണിച്ച് ഗുന്തറിനെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പെട്ടെന്നൊരു ഇഞ്ചുറി സംഭവിച്ച് അതിലൂടെ ഗുന്തർ തൻ്റെ ശ്രദ്ധ നഷ്ടപ്പെട്ട് CM പങ്കിനെതിരെ പരാജയപ്പെട്ടു എന്ന രീതിയിലേക്ക് മാച്ച് സ്റ്റോറിയും അവർ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഗുന്തർ ഒരു സർജറിക്ക് വിധേയനായേക്കുമെന്നും സർജറി കഴിഞ്ഞതിന് ശേഷം ഫുൾ റിക്കവറി എടുത്തതിന് ശേഷമായിരിക്കും താരം തിരികെ വരിക എന്നുള്ള ഒരു അപ്ഡേറ്റും റെസ്ലിംഗ് ഒബ്സർവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗുന്തർ അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ റണ്ണ് മികച്ചതാക്കി ചെയ്തു എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ മത്സരങ്ങളൊക്കെ മികച്ചതായിരുന്നു. CM പങ്കിനെതിരെ കളിച്ച ആ ഒരു മാച്ചും അതിഗംഭീരമായിരുന്നു. ഇഞ്ചുറി സംഭവിച്ചതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാലാമത്തെ അപ്ഡേറ്റ് സൂപ്പർ താരവും മുൻ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനുമായ ജോൺ സിനയുടെ നെക്സ്റ്റ് അപ്പിയറൻസ്. ജോൺ സിനയെ ഇനി എന്നാണ് കാണാൻ സാധിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഈ ശനിയാഴ്ച നടക്കുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ ജോൺ സിന അഡ്വർടൈസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ജോൺ സിന ഈ ശനിയാഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ മാത്രമല്ല ക്ലാഷ് അറ്റ് പാരീസ് എന്ന് പറയുന്ന ഇവൻറ്റിന് മുൻപുള്ള സ്മാക്ഡൗൺ എപ്പിസോഡ്, അതിന് മുൻപുള്ള സ്മാക്ഡൗൺ എപ്പിസോഡ് തുടങ്ങി 3 സ്മാക്ഡൗൺ എപ്പിസോഡുകളിൽ ജോൺസിന് അപ്പിയറൻസ് അഡ്വർടൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോൺസിനയുടെ മത്സരം ക്ലാഷ് അറ്റ് പാരീസ് എന്ന് പറയുന്ന ഇവൻറ്റിൽ നടന്നേക്കും. അതുകൊണ്ട് മാത്രമാണ് 3 സ്മാക്ഡൗൺ എപ്പിസോഡുകളിൽ ജോൺസിന് അപ്പിയറൻസ് നടത്തുന്നത്. നിലവിലെ സിറ്റുവേഷൻ അനുസരിച്ച് ബ്രോക്ക് ലെസ്നർ തന്നെയായിരിക്കും സ്റ്റോറി എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്.
എന്തായാലും നമുക്ക് കണ്ടറിയാം ഈ ശനിയാഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ജോൺ സിന വന്നിട്ട് എന്ത് തരത്തിലുള്ള ഒരു സ്റ്റോറിയാണ് ആരംഭം കുറിക്കാൻ പോകുന്നത് എന്നുള്ളത്, ബ്രോക്ക് ലെസ്നറിനുള്ള മറുപടി സീന എങ്ങനെയാണ് കൊടുക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. അഞ്ചാമത്തേതും അവസാനത്തേതുമായ അപ്ഡേറ്റ്, ഇന്നത്തെ സമ്മർ സ്ലാം 2025 2 വർഷങ്ങൾക്ക് ശേഷം WWE തിരികെ വന്ന ബ്രോക്ക് ലെസ്നർ എന്ന് പറയുന്ന സൂപ്പർ താരത്തെ സംബന്ധിച്ച് പല കൂട്ടുകാർക്കും മനസ്സിലുള്ള ഒരു സംശയത്തെ സംബന്ധിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ബ്രോക്കിനെതിരെയുള്ള ആ ലൈംഗിക ആരോപണ കേസ് എന്തായി എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. വിൻസ് മിക്മാന് എതിരെയും WWE എന്ന് പറയുന്ന കമ്പനിക്ക് എതിരെയും മുൻ WWE എംപ്ലോയി കൊടുത്ത കേസിൽ ബ്രോക്ക് ലെസ്നറിൻ്റെ പേരും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രോക്കും ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചുവെന്നും അത്തരത്തിൽ തന്നോട് പെരുമാറി എന്നുമുള്ള ഒരു ആരോപണമായിരുന്നു ബ്രോക്ക് ലെസ്നറിനെതിരെ വന്നിട്ടുണ്ടായിരുന്നത്. ആ കേസിൽ പലയിടത്തായിട്ട് ബ്രോക്കിൻ്റെ പേര് പറഞ്ഞതും ബ്രോക്ക് ചെയ്ത സംഭവങ്ങളും നോക്കുമ്പോൾ അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കേസായിരുന്നു. അതുകൊണ്ടാണ് ഈ 2 വർഷത്തിനിടയിൽ ബ്രോക്ക് ലെസ്നറിനെ WWE തിരികെ കൊണ്ടുവരാതിരുന്നത്. ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ ബ്രോക്ക് ഇപ്പോൾ തിരികെ വന്നിരിക്കുന്നതും ഈ കേസും തമ്മിലുള്ള നിലവിലെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളതാണ് പലർക്കും സംശയമുള്ളത്. ബ്രോക്ക് ലെസ്നറിൻ്റെ ഈ കേസിൻ്റെ നിലവിലെ സ്റ്റാറ്റസ് ആയിട്ട് റെസ്ലിംഗ് ഒബ്സർവർ പങ്കുവെക്കുന്ന ഒരു അപ്ഡേറ്റ് ഡെയ്ൻ മെൽസർ റിപ്പോർട്ട് ചെയ്യുന്നത്, 4 ആഴ്ചകൾക്ക് മുൻപ് WWE ലീഗൽ ടീം ബ്രോക്ക് ലെസ്നറിന് ഒരു ക്ലാരിഫൈ കൊടുത്തു. അതായത് തിരികെ വരാം, പ്രശ്നങ്ങളൊന്നും ഇല്ല, ബ്രോക്കിന് ഇനി തിരികെ വരുന്നതിൽ നിയമപരമായിട്ട് യാതൊരുവിധ തടസ്സവുമില്ല. ഇനി ഈ ഒരു കേസ് പിന്നെയും വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ കേസിൽ നിലവിൽ ബ്രോക്കിൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റങ്ങൾ അതൊന്നും നിയമപരമായിട്ട് ബ്രോക്കിൻ്റെ തിരിച്ചുവരവിന് തടസ്സം നൽകുന്ന കാര്യങ്ങളല്ല എന്നുള്ളത് ലീഗൽ ടീം അതൊരു ഓക്കെ പറഞ്ഞതുകൊണ്ടാണ്, ലീഗൽ ടീം അതിന് സമ്മതിച്ചു കൊണ്ടാണ് ട്രിപ്പിൾ എച്ച് ബ്രോക്ക് ലെസ്നറിനെ തിരികെ കൊണ്ടുവന്നത് എന്നാണ് ഡെയ്ൻ മെൽസർ റിപ്പോർട്ട് ചെയ്യുന്നത്. ബ്രോക്ക് ലെസ്നറിൻ്റെ തിരിച്ചുവരവ് എന്തായാലും വളരെ സീക്രട്ടായിട്ട് നടത്തിയതാണ്. കാരണം ബ്രോക്ക് തിരികെ വരുന്നു എന്നുള്ളത് ബാക്ക് സ്റ്റേജിലുള്ള സ്റ്റാഫിന് പോലും അറിവുണ്ടായിരുന്നില്ല. വിരലിൽ എണ്ണാവുന്ന കുറച്ച് ആളുകൾക്ക് മാത്രമേ ബ്രോക്കിൻ്റെ റിട്ടേണിനെ കുറിച്ച് അറിവുണ്ടായിരുന്നുള്ളൂ. ജോൺസിന വ്യക്തിപരമായിട്ട് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് ബ്രോക്കിനെതിരെയുള്ള സ്റ്റോറി ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രോക്കിനെ തിരികെ കൊണ്ടുവന്നത് എന്നുള്ളത് ട്രിപ്പിൾ എച്ച് തന്നെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ജോൺസിനൊക്കെ അറിയാം, ട്രിപ്പിൾ എച്ചിന് അറിയാം, പിന്നെ ക്രിയേറ്റീവ് ടീമിലെ 1, 2, 3 പേർക്ക് മാത്രമേ ബ്രോക്കിൻ്റെ റിട്ടേണിനെ സംബന്ധിച്ച് അറിയുന്നുണ്ടായിരിക്കുള്ളൂ. ബ്രോക്ക് തിരികെ വരാൻ പോകുന്നതിന് വെറും 10 മിനിറ്റ് മുമ്പാണ് ബാക്ക് സ്റ്റേജിൽ പോലും ബ്രോക്കിനെ അവിടെ കണ്ടിട്ടുള്ളത് എന്നുള്ളൊരു റിപ്പോർട്ടുകൾ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ബ്രോക്കിനെതിരെയുള്ള കേസ് നിലവിൽ WWE സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അവരെ ബാധിക്കുന്നതല്ല, അല്ലെങ്കിൽ ബ്രോക്കിനെതിരെയുള്ള ആരോപണങ്ങൾ അത് കമ്പനിയെ ബാധിക്കുന്നതല്ല എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ബ്രോക്കിനെ തിരികെ കൊണ്ടുവന്നിട്ടുള്ളത്. TKO എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് നിലവിൽ WWE നിയന്ത്രിക്കുന്നത്. അപ്പോൾ TKO എന്ന് പറയുന്ന കമ്പനിക്ക് സ്പോൺസേഴ്സിന് വലിയൊരു മുഖ്യ ഘടകമാണ്. അപ്പോൾ സ്പോൺസേഴ്സ് ഇങ്ങനെ പ്രശ്നങ്ങളുള്ളവരെയൊന്നും ഷോയിൽ ഉൾപ്പെടുത്തരുത് എന്നുള്ളത് കൊണ്ടാണ് വിൻസ് മിക്മാനെ വരെ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയത്. അപ്പോൾ ബ്രോക്കിനെ മാറ്റി നിർത്തിയതും അങ്ങനെയാണ്. അപ്പോൾ ലീഗലായി യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളത് ഉറപ്പാക്കിയതിന് ശേഷം 101% ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് ബ്രോക്കിനെ തിരികെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ബ്രോക്കിൻ്റെ നിലവിലെ കേസിനെ സംബന്ധിച്ച് പങ്കുവെക്കാനുള്ള സ്റ്റാറ്റസ്. ബ്രോക്കിൻ്റെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.